നമ്മളിപ്പോൾ കാണുന്ന പോസ്റ്ററിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു പടമാണ് കാണുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന കൊച്ചുകുട്ടികളെ ചുമന്നുകൊണ്ട് വരുന്ന ഗാസയിലുള്ള ചില നിവാസികളെയാണ് കാണുന്നത്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000 പേർ പാലസ്തീനിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. ഹമാസിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു പലസ്തീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹമാസ് നടത്തിയിട്ടുള്ള ഒരു തട്ടിക്കൊണ്ട് പോകൽ ഓപ്പറേഷൻ ആണ് പാലസ്തീൻകാരെ ഇവിടം വരെ എത്തിച്ചത്. ഇപ്പോൾ 50,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ കണക്കുകൾ 50,000 അല്ല, അതിൽ കൂടുതലുമുണ്ട്. കാരണം ഗാസ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലം ഒന്നുമില്ല, തവിട് പൊടിയായി. ഒരുപാട് പേര് ബോംബ് സ്ഫോടനം നടന്നതിൻ്റെ കെട്ടിടത്തിൻ്റെ അവശേഷങ്ങളിടയിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് തന്നെ ഏകദേശം ഒരു 10,000-15,000 പേര് വരും എന്നാണ് പറയുന്നത്. അതിലൊരുപാട് സ്ത്രീകളും കുട്ടികളുമാണ്. ഹമാസ് ഒരു സംഗീത പരിപാടി നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൽ വന്നിട്ട് അവിടുന്ന് ഒരുപാട് പേരെ പിടിച്ചുകൊണ്ട് പോവുകയും ഒരുപാട് പേരെ ഉപദ്രവിക്കുകയും അവരെ ബന്ദികളാക്കി വെക്കുകയും ചെയ്തു. ഒരുപാട് പ്രാവശ്യം ഇസ്രായേൽ അവരോട് നേരിട്ടും അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ അവരോട് ആ ബന്ദികളെ മോചിപ്പിക്കണം എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും അത് മോചിപ്പിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇവിടം വരെ എത്തിയത്. പണ്ടേ മോചിപ്പിച്ചിരുന്നുവെങ്കിൽ പാലസ്തീൻകാർക്ക് കണ്ണീരൊഴിക്കേണ്ടി വരില്ലായിരുന്നു. പക്ഷേ ഹമാസ് അവരെ മോചിപ്പിച്ചില്ല. അത് വെച്ചുകൊണ്ട് വില പേശാൻ അവർ തീരുമാനിച്ചു. അതുകൊണ്ട് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. യാഹിയ സിൻവർ അടക്കം കൊല്ലപ്പെട്ടു. അതിൻ്റെ പ്രത്യാഘാതം മുഴുവനും അനുഭവിക്കുന്നത് നിരപരാധികളായിട്ടുള്ള പാലസ്തീൻകാരാണ്. അപ്പോൾ ഈ നിരപരാധികളായിട്ടുള്ള പാലസ്തീൻകാരാണ് കൊല്ലപ്പെടുന്നത്. അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാലും ഇന്ത്യയിലും പാകിസ്ഥാനിലും നിരപരാധികൾ മാത്രമേ മരിക്കുകയുള്ളൂ. യഥാർത്ഥമായിട്ടുള്ള ആളുകൾ എപ്പോഴും പബ്ലിക്കിൽ വരാറില്ലല്ലോ. ആകാശത്തുനിന്ന് വിമാനം ബോംബിടുമ്പോൾ നല്ലവന് ഏതാണ് കെട്ടവൻ ഏതാണെന്ന് എങ്ങനെയാണ് വിമാനത്തിൻ്റെ ബോംബുകൾക്ക് അറിയുക? ബോംബുകൾക്ക് ഒരിക്കലും അതറിയില്ല. ബോംബുകൾ അതങ്ങനെ തിരിച്ചറിയാൻ പാകത്തിനല്ല നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് കെട്ടിടത്തിൻ്റെ മുകളിലോട്ട് ഇടുമ്പോൾ കെട്ടിടം പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ താഴെ ഇരിക്കുന്ന എല്ലാവരും മരിച്ചു പോകും. അപ്പോൾ ഹമാസിൻ്റെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് പാലസ്തീൻകാർ ഈ കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നത്.